പ്രിയ വിദ്യാർത്ഥികളെ, പൊതുപരീക്ഷ എഴുതുന്ന കുട്ടികൾക്ക് ഒരു സന്തോഷ വാർത്ത. ഇതിൻ്റെ വിശദ കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പറയുന്നത്. വിദ്യാഭ്യാസപരമായിട്ടുള്ള ഈ വാർത്തകൾ മറ്റു കുട്ടികളിലേക്കൊക്കെ നിങ്ങളിത് ഷെയർ ചെയ്യുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഇത് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇതിൻ്റെ റൈറ്റ് സൈഡിൽ ബെൽ ബട്ടൺ കാണും. ഓൾ പ്രസ് ചെയ്താൽ തുടർന്ന് വരുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. സംസ്ഥാനത്ത് സിലബസ് വെട്ടിക്കുറയ്ക്കില്ല എന്ന് കരിക്കുലം കമ്മിറ്റിയൊക്കെ തീരുമാനിച്ചിരുന്നു. കാരണം ഓരോ ക്ലാസ്സിലും പഠിക്കുന്നതിൻ്റെ ഒരു കണ്ടിന്യൂവേഷനാണ് തുടർന്നുള്ള ക്ലാസ്സിൽ എന്ന ഒരു ലക്ഷ്യം വെച്ചുകൊണ്ട് സിലബസ് തൽക്കാലം വെട്ടിക്കുറയ്ക്കുന്നില്ല. എന്നാൽ അവരുടെ പരീക്ഷയ്ക്ക് പരീക്ഷാഭാരം കുറയ്ക്കുന്നതിന് വേണ്ടി സിലബസ് വെട്ടിക്കുറയ്ക്കുന്നതിന് കരിക്കുലം കമ്മിറ്റി ഗവൺമെൻറ്റും ആലോചിച്ച് വരികയാണ്. നമുക്കറിയാം, നിശ്ചിത പാഠഭാഗം പരീക്ഷയിൽ നിന്ന് ഒഴിവാക്കും എന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഏതൊക്കെ ഭാഗത്തു നിന്ന് ചോദ്യമുണ്ടാകുമെന്ന് കുട്ടികളെ മുൻകൂട്ടി അറിയിക്കും. അപ്പം അത് മുൻകൂട്ടി അറിയിക്കുന്നതനുസരിച്ച് ആ കുട്ടികൾ ഇപ്പോൾ 10 ചാപ്റ്റർ ഉണ്ടെങ്കിൽ 3 ചാപ്റ്റർ ഒഴിവാക്കുന്നു. ഏതൊക്കെയാണ് ഒഴിവാക്കുന്നത്? ബാക്കി 7 ചാപ്റ്ററിൽ നിന്ന് പഠിച്ചാൽ മതി. അപ്പോൾ കുട്ടികൾക്ക് പരീക്ഷാ പേടി അല്ലെങ്കിൽ പരീക്ഷാ ഭാരം ഒരു പരിധിവരെ ഒഴിവാക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഇത് പൊതുപരീക്ഷ എഴുതുന്ന 10ാം ക്ലാസ്സിലെയും 12ാം ക്ലാസ്സിലെയും കുട്ടികൾക്കാണെങ്കിലും ബാക്കി പരീക്ഷ എഴുതുന്ന താഴ്ന്ന ക്ലാസ്സിലെ കുട്ടികൾക്കും ഇതുപോലെ ഒന്നുകിൽ പരീക്ഷ വേണ്ടാന്ന് വയ്ക്കുകയോ അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് സിലബസ് കുറയ്ക്കുകയോ ചെയ്യാൻ സാധ്യത കൂടുതൽ കാണുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകം ഇനിയുള്ള വീഡിയോസിലൊക്കെ വരുന്നതായിരിക്കും. ഈ വളരെ സന്തോഷകരമായ വാർത്തയാണ് ഇപ്പോൾ വന്നത്. 10+2 പാഠഭാഗങ്ങൾ ഇപ്പോൾ കൈറ്റിലൂടെ പ്രക്ഷേപണം ചെയ്തതിൻ്റെ ഒരു തുടർ പ്രവർത്തനമായിരിക്കും. ഇനിയും കുട്ടികൾ, അതായത് അധ്യാപകർക്ക് സ്കൂളിൽ വന്നു കഴിഞ്ഞാൽ ഉടനെ ചെയ്യാനുള്ളത് ജനുവരി പകുതിയോടുകൂടി അല്ലെങ്കിൽ ജനുവരി 2ാം ആഴ്ചയോടുകൂടി 10ാം ക്ലാസ്സിൻ്റെ പൂർത്തിയാക്കും. അതോടൊപ്പം തന്നെ ഫെബ്രുവരി 10ഓടുകൂടി +2വിൻ്റെ ക്ലാസ്സുകളും കൈറ്റ് പൂർത്തിയാക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ അതിനുശേഷം പൊതുപരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന കുട്ടികൾക്ക് സിലബസ് വളരെ കുറഞ്ഞു എന്നുള്ള ഒരു സന്തോഷ വാർത്ത നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഏത് സമയത്തും പ്രതീക്ഷിക്കാം. ഫുൾ മാർക്ക് മേടിക്കാൻ ഒരു അവസരമാണ്. കുട്ടികൾ സശ്രദ്ധം ഇത് വീക്ഷിക്കുക. വളരെ പ്രയോജനപ്രദമായിട്ടുള്ള എഡ്യൂക്കേഷൻപരമായിട്ടുള്ള വാർത്തകൾ ഇടുന്നുണ്ട്. ഇതെല്ലാം നിങ്ങൾ മറ്റു കുട്ടികളിലേക്കൊക്കെ ഇത് ഷെയർ ചെയ്യുക, ഇത് ലൈക്ക് ചെയ്യുക. അപ്പോൾ അതോടൊപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും പുതിയ വാർത്തകളുമായി ഞാൻ വരുന്നതായിരിക്കും. താങ്ക് യു.